ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. എന്താണ് ഐപൾസ്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള 15 തരം വേൾഡിലെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. സോ ഇതിലെ ആന്റി ഓക്സിഡൻസ് ആണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ആന്റി ഓക്സിഡൻസിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ആന്റി ഓക്സിഡൻസ് ആവശ്യമാണ്. അതിൽ ഹാർട്ട് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. സോ ആ ഒരു ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കൂടിയാണ്. സോ ആന്റി ഓക്സിഡൻസും ഹാർട്ട് ഹെൽത്തും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട്. റൈറ്റ്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് പ്രോബ്ലംസ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഹാർട്ട് പ്രോബ്ലം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ടൊബാക്കോയുടെ ഉപയോഗം, സ്മോക്കിംഗ് ആവാം, ഷീയിങ് ആവാം, പുകയില ഉപയോഗിക്കുന്ന ആളുകൾ, പുകവലിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഹാർട്ട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് നോർമൽ ആളുകളെക്കാളും വളരെ കൂടുതലാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളായിക്കോട്ടെ, കൊളസ്ട്രോൾ വളരെ ഹൈ ആയിട്ടുള്ള, അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ, വ്യായാമം തീരെ ചെയ്യാത്ത ആളുകൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് പാറ്റേൺ, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകൾ, അതുപോലെ സ്ട്രെസ് ഉള്ള ആളുകൾ, ഉറക്കം കുറവുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. ഓഫ്കോഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരം തീർച്ചയായിട്ടും സിംറ്റംസ് കാണിക്കും. പലപ്പോഴും നമ്മൾ ആ സിംറ്റംസ് നെഗ്ലക്ട് ചെയ്യാറാണ്. സോ നിങ്ങൾക്ക് ബ്രെത്ത്ലെസ്നെസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, കിടക്കുന്ന സമയത്ത് ചുമ വരിക അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കാലിലൊക്കെ നീര് വരിക, മുഖത്തും അതുപോലെ വല്ലാണ്ട് വീർത്ത് നിൽക്കുക, പഫിനെസ് വരിക, അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് വല്ലാതെ വരിക, വെയിറ്റ് ഗെയിൻ പെട്ടെന്നുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം എന്നർത്ഥം. സോ ഇവിടെയാണ് ആന്റി ഓക്സിഡൻസിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ്. സോ ഇങ്ങനെയുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്സിജന്റെ ഒരു നശീകരണ സ്വഭാവം, നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മൾ ആശ്രയിക്കുന്ന ഓക്സിജന് ഒരു നശീകരണ സ്വഭാവമുണ്ട്. ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് ആവുന്നതും, ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പിച്ചു പോകുന്നത്, ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നത്, വെള്ളി ആഭരണങ്ങളിലൊക്കെ കറുത്ത കുത്തു വീഴും, ഇതൊക്കെ ഓക്സിജന്റെ ഒരു നശീകരണ സ്വഭാവമാണ്. നമ്മുടെ ശരീരത്തിലും ഇതേ ഒരു നശീകരണ സ്വഭാവം ഓക്സിജന് സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നടക്കുന്ന സമയത്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാവും. അതാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീസീസ് അഥവാ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്, സ്വതന്ത്ര റാഡിക്കലുകൾ. ഈ സ്വതന്ത്ര റാഡിക്കലുകളാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് ആന്റി ഓക്സിഡൻസ്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട പല ആന്റി ഓക്സിഡൻസും ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമുക്ക് ഭക്ഷണം വഴി കിട്ടിയേ പറ്റുള്ളൂ. ഡയറ്ററി ആന്റി ഓക്സിഡൻസ്, ഫ്ലാവനോയിഡ്സ്, പോളിഫിനോൾസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, ഇങ്ങനെ ബീറ്റാ കാരോട്ടീൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡയറ്ററി ആന്റി ഓക്സിഡൻസ് ഉണ്ട്. സോ ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ദിവസവും കഴിക്കേണ്ടത്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ ആ പോഷകങ്ങൾ ശരീരത്തിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ, നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഐപൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ആ ഫ്രൂട്ട്സിന്റെ ഒരു കോമ്പിനേഷന്റെ ഒരു പ്രാധാന്യം വരുന്നത്. എല്ലാ ഫ്രൂട്ട്സും ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ടാണ് അസായ് ബെറി. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്. നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. ഹാർട്ട് ഹെൽത്തിന് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഒറാക് വാല്യൂ 1,02,700 ഉള്ള ലോകത്തിലെ ഹയസ്റ്റ് ഒറാക് വാല്യൂ ഉള്ള ഫ്രൂട്ടാണ് അസായ് ബെറി. ഒറാക്ക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. സോ ഒരുപാട് ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അസായ് ബെറിയെ കുറിച്ചിട്ട്. സോ അത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വളരെയധികം സപ്പോർട്ടീവാണ്, ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ അസായ് ബെറി പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട്
ലോകത്ത് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ASTON, അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസ. അവിടെയുള്ള ആസ്ട്രോനോട്സിന് അവർക്ക് സ്പേസിൽ പോകുന്ന സമയത്ത് ഒരുപാട് സാറ്റലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹൈ റേഡിയേഷൻ ആണ് അവിടെ. ആ റേഡിയേഷൻ മൂലം സ്കിൻ ക്യാൻസർ വരും, പെട്ടെന്ന് ഏജിങ് സംഭവിക്കും. ഈ പ്രശ്നങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നൽകുന്ന ഒരു സ്പേസ് ഡ്രിങ്ക് ആണ് ASTON. മെയിൻ ഇൻഗ്രീഡിയന്റ് അസായ് ബെറിയാണ്. ഈ ഒരു ASTONൽ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കമ്പനി ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് അസായ് ബെറിയെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ഒരു അസായ് ബെറിയെ കുറിച്ച് ലോകത്ത് പഠനങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, ആ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ലൈഫ് സ്പാൻ 100, 120, 130 ആ റേഞ്ചിലാണ്. 80-90 വയസ്സുള്ള സ്ത്രീകളൊക്കെ അവിടെ നോർമലായിട്ട് പ്രസവിക്കും. സോ അവർ വളരെ ഹെൽത്തിയാണ്. ഇങ്ങനെയുള്ള പ്രത്യേകത കണ്ടപ്പോഴാണ് ശാസ്ത്രലോകം അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് അസായ് ബെറിയാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റിസർച്ചുകൾ അസായ് ബെറിയിലേക്ക് എത്തുന്നത്. സോ മൈ ഫ്രണ്ട്സ്, അത്ര ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സിൽ ഹയസ്റ്റ് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫ്രൂട്ടാണ് അസായ് ബെറി. ആ ഒരു അസായ് ബെറി പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ടാണ് നമ്മുടെ ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൽ അസായ് ബെറിയുടെ പെർസെൻറ്റേജ് 14%. റൈറ്റ്. സോ ഈ ഒരു കമ്പനി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ പോലും പ്രത്യേകതകളുണ്ട്. ആ ഫ്രൂട്ട്സ് 15 ഫ്രൂട്ട്സും എല്ലാം ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോമിലേക്ക് മാറ്റിയിട്ട് -80 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്യുമ്പോൾ അത് കല്ല് പോലെയാവും. അതിന് അതുപോലെ പൗഡർ ഫോമിലേക്ക് ആക്കിയിട്ട് ഫ്രീസ് ഡ്രൈഡ് പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫ്രൂട്ടിൽ ന്യൂട്രിയൻസ് എത്രത്തോളം ഉണ്ടോ അതിന് ഒരു തരത്തിലും കോട്ടം സംഭവിക്കാതെ അതേ ക്വാളിറ്റിയിലും അതേ ക്വാണ്ടിറ്റിയിലും ന്യൂട്രിയൻസ് പ്രിസർവ് ചെയ്യാൻ കമ്പനിക്ക് പറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ ഐപ്പൾസിൽ ആ ഫ്രൂട്ട്സിലുള്ള അത്ര തന്നെ ന്യൂട്രിയൻ വാല്യൂ ഉണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു വളരെ പേറ്റന്റഡ് ആയിട്ടൊരു ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു മെത്തേഡാണത്. റൈറ്റ്. സോ നമ്മൾ ഇതിന്റെ ഒരു ഒറാക് വാല്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപ്പൾസ് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്, എത്രത്തോളം അഫോർഡബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ ഒറാക് വാല്യൂ ആണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്കറിയാം, നമുക്ക് പോഷക മൂല്യം നോക്കിക്കൊണ്ട് ഒരു ദിവസത്തെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത് ഒരു 3.5 കിലോയെങ്കിലും ദിവസവും ഓരോ വ്യക്തികളും കഴിക്കേണ്ടി വരും. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല അതിനേക്കാളും പ്രധാനമായിട്ട് അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? സോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 5000 ഒറാക് യൂണിറ്റ് എങ്കിലും ആന്റി ഓക്സിഡൻസ് കിട്ടിയേ പറ്റുള്ളൂ, എന്നാലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ നല്ല ആരോഗ്യം ഉണ്ടാകുന്നില്ല? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് 2 ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നാക്കിനും വയറിനും വേണ്ടിയിട്ടാണ്, അല്ലേ? രുചി ഉണ്ടാവണം, വയറ് നിറയണം, അല്ലാതെ പോഷകമൂല്യം ആരും നോക്കാറില്ല. സോ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നുള്ള ജീവിത ശൈലി രോഗങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഇവിടെയാണ്. സോ ഞാൻ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് വെരി വെരി വൈറ്റൽ. നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. ഒന്നുകിൽ ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ അസുഖം, അല്ലെ? ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ. ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആരോഗ്യത്തോടുകൂടി കുറച്ചു കാലം നമ്മളിങ്ങനെ ജീവിക്കും, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, വി ആർ ഹെൽത്തി, വി ബിലീവ് ദാറ്റ് വി ആർ ഹെൽത്തി. കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ശരീരത്തിൽ വന്നു തുടങ്ങും. പലപ്പോഴും നമ്മൾ അവഗണിക്കും. അത് കുറച്ചും കൂടെ കാലങ്ങൾ കഴിയുമ്പം സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോകും. തീരെ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, പരിശോധിക്കും, എന്തെങ്കിലുമൊക്കെ പല ടെസ്റ്റുകളും ചെയ്യാൻ പറയും. എന്തെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്ന് കുറയും, മെഡിസിൻസ് നമ്മൾ നിർത്തും. പിന്നെയും ആസ് യൂഷ്വൽ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. വീണ്ടും ഡോക്ടറെ അടുത്ത് പോകും. ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റൈറ്റ്. നമ്മുടെ ധാരണ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ കുറയുമ്പോൾ വി ആർ ഹെൽത്തി, വി കെയിം ബാക്ക് ടു ഹെൽത്ത് എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്,
ഏറ്റവും വൈറ്റലായിട്ട് ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹെൽത്ത് എന്ന് പറയുന്ന കണ്ടീഷനും ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനും ഇടയ്ക്ക് ഒരു വലിയൊരു കാലയളവ് ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡി ഫേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് ഡെഫിഷ്യൻസി. പോരായ്മ, അപര്യാപ്തത, എന്തോ ചില കാര്യങ്ങളുടെ പോരായ്മയുണ്ട്. അതൊരു ലോങ് റണ്ണിൽ വരുന്ന സമയത്ത് ശരീരം അതിന്റെ ഡെഫിഷ്യൻസി വല്ലാണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പല സിംറ്റംസും കാണിക്കും. അങ്ങനെ പല സിംറ്റംസും കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് നെഗ്ലക്ട് ചെയ്യുന്നു. സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരിക. ഡെഫിഷ്യൻസി എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. സോ ഏതൊക്കെ അവയവങ്ങളിലാണോ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാതെ വരുന്നത് അവിടുത്തെ പെർഫോമൻസ് കുറയും, ഉറപ്പല്ലേ? അങ്ങനെ പെർഫോമൻസ് കുറയുമ്പോൾ ആ അവയവ സംബന്ധമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്ക് ഇത് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലേക്ക് ഇത് മാറുന്നുണ്ടാവും. സോ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമുക്ക് പല സിംറ്റംസേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമുക്ക് പലപ്പോഴും അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അതൊരു അസുഖം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറ്. സോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടായിട്ടുള്ള പ്രോബ്ലത്തിന് മെഡിസിൻ സൊല്യൂഷൻ ആണോ? ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളുടെ മുമ്പിൽ ഇന്ന് മെഡിക്കൽ മേഖല ഫ്ലോപ്പ് ആയിരിക്കുന്നതിന് കാരണം. സോ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടായിട്ടുള്ള പ്രോബ്ലം ഒരൊറ്റ രീതിയിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് പ്രോപ്പർ ന്യൂട്രീഷൻ. അവിടെയാണ് വെൽനസ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ അല്ലെങ്കിൽ ആ മേഖലയുടെ റെലവൻസ് വരുന്നത്. മെഡിസിൻസ്, ഫാർമ, ഈ പറഞ്ഞ കമ്പനികളും ഹോസ്പിറ്റലുകളും എല്ലാം കൂടെ വരുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ആ ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ്. മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മെഡിസിൻസ് ഉപയോഗിക്കുമ്പം അതിന്റെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരും. അയാളെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സ്റ്റേജിലാണ് എത്തുക. ഒരിക്കലും ഹെൽത്തിലേക്ക് എത്തില്ല. ഹെൽത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ന്യൂട്രീഷൻ, പോഷകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലുള്ള സൊല്യൂഷൻ നമുക്ക് വേണം. ആ ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അതിലുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡാണ് സൊല്യൂഷൻ. അത് ഒരാൾ കഴിക്കുമ്പോൾ അയാൾക്ക് പതുക്കെ ഹെൽത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റും. സോ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതോടൊപ്പം ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് ഡെഫിഷ്യൻസിയിലെത്താം, മെഡിസിൻ നിന്ന് ഫ്രീ ആകാം, വീണ്ടും ഓർഗാനിക് ഫുഡ് കണ്ടിന്യൂ ചെയ്യുക, പതുക്കെ ഹെൽത്തിലേക്ക് എത്താൻ പറ്റും. ഇനി പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചാലും 100% അദ്ദേഹം ഡെഫിഷ്യൻസി സ്റ്റേജിലായിരിക്കും. അവിടെ മെഡിസിൻസ് ആവശ്യമില്ല, പകരം ഏതാവശ്യമാണ്? ഓർഗാനിക് ഫുഡ് ആവശ്യമാണ്. അത് കഴിക്കുന്ന സമയത്ത് പതുക്കെ അയാൾക്ക് ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റും, ഹെൽത്തിലേക്ക് എത്താൻ പറ്റും. ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്ന കാറ്റഗറി, നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകളുടെ ആവശ്യമാണ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. 5000 ഒറാക് യൂണിറ്റ് ആന്റി ഓക്സിഡൻസ് ഒരു ദിവസം ഒരാളുടെ ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ ഓർഗാനിക് ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ 3.5 കിലോ വീതം കഴിക്കണം. പ്രാക്ടിക്കലി അഫോർഡബിലിറ്റി നോക്കുകയാണെങ്കിലും അതുപോലെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിലും പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിലും പോസിബിൾ അല്ല. ഇവിടെയാണ് ഐപ്പൾസിന്റെ റിസർച്ച് ഡിഫറൻസ്. വെറും 60 ml ഐപ്പൾസ് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7000 ഒറാക് യൂണിറ്റ് ആന്റി ഓക്സിഡൻസ് ശരീരത്തിലേക്ക് കിട്ടും. നമ്മുടെ ശരീരം ഒറാക് റിസർവ് ആക്കി മാറ്റാൻ പറ്റും, ആന്റി ഓക്സിഡന്റ് റിച്ച് ആക്കി മാറ്റാൻ പറ്റും. 60 ml ഐപ്പൾസ് ഉപയോഗിക്കാൻ ഇറ്റ്സ് വെരി ഈസി അല്ലേ? വളരെ എളുപ്പമാണ്. അഫോർഡബിലിറ്റിയോ വെരി വെരി അഫോർഡബിൾ. ഏതൊരു സാധാരണക്കാരന് പോലും അഫോർഡബിൾ ആയിട്ടുള്ള രീതി ഒരു ദിവസവും 60 ml ഐപ്പൾസ് ഉപയോഗിക്കാൻ പറ്റും. 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാൻ ഭീമമായിട്ടുള്ള എമൗണ്ട് വേണമെങ്കിൽ ഇവിടെ അത്രയൊന്നും വേണ്ട. വളരെ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഐപ്പൾസ് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ റിസൾട്ട് എന്താണ്? ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി ഹെൽത്തി ലൈഫാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുക. സോ ഇവിടെയാണ് നമ്മുടെ കമ്പനി എത്രമാത്രം കീൻ ആയിട്ടുള്ള ഒരു റിസർച്ച് ചെയ്തുകൊണ്ട് ഐപ്പൾസ് നമ്മളിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിലേക്കും നമ്മൾ വഴി ഒരുപാട് ആളുകളിലേക്കും. സോ വി ഹാവ് വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് ഈ ഒരു ഐപ്പൾസ് എന്ന് പറയുന്നത്. 15 ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബെറി ഫ്രൂട്ട്സും 10 സീസണൽ ഫ്രൂട്ട്സും. അസായിബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, മൾബെറി, സ്ട്രോബെറി, 5 ബെറി ഫ്രൂട്ട്സ്. അതുകൂടാതെ പൈനാപ്പിൾ, പിയർ, അതുപോലെ പൊമഗ്രനേറ്റ്, ആപ്പിൾ, കിവി, വൈറ്റ് ഗ്രേപ്പ്, ഓറഞ്ച്, കോൺകോർഡ് ഗ്രേപ്പ്, ബനാന, ചെറി, ഇത്രയും 10 സീസണൽ ഫ്രൂട്ട്സിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ്
വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പ്രപ്പോർഷൻ, ഓരോ ഫ്രൂട്ടും എത്ര പ്രപ്പോർഷനേറ്റ് ആയിട്ട് വേണം എന്നുള്ളതിന്റെ ഒക്കെ അതൊക്കെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു കറക്റ്റ് പ്രപ്പോർഷനിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും വലിയൊരു റിസൾട്ട് കിട്ടുന്നത്. ഇത്രയും ന്യൂട്രീഷൻ വാല്യൂല് ആ ഒരു 60 ml പോലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നത്. റൈറ്റ്. സോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച്. സ്വതന്ത്ര റാഡിക്കലുകൾ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം. സോ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങൾ ശരീരത്തിൽ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഡാമേജ് ഉണ്ടാക്കും. തലച്ചോറിലുള്ള കോശങ്ങളിലാണ് ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ ഗ്രാജുവലി അവിടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. കണ്ണിലോ, ലങ്സിലോ, ബ്ലഡ് വെസൽസിലോ, ഹാർട്ടിലോ, കിഡ്നിയിലോ, സ്കിന്നിലോ എവിടെയാണോ ഇതിന്റെ ഈ ഒരു പ്രതിപ്രവർത്തനം നടക്കുന്നത് അവിടെ അത് ഡാമേജ് ഉണ്ടാക്കും. ജോയിന്റ്സിലാണെങ്കിൽ ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലം വരും. ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണമാവും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള പ്രോബ്ലംസ് ശരീരത്തിൽ വരും. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളിൽ ഓരോ കോശങ്ങളിലും ജനിതക ഘടനയുണ്ട്, DNA ജനിതക ഘടന. ഈ DNA ആണ് ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ കോശത്തിനെ, അതിന്റെ വളർച്ചയെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ട് ആ കോശം ഇങ്ങനെ വളരാൻ തുടങ്ങും. ഇതാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. റൈറ്റ്. സോ ഇവിടെ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ന്യൂട്രൽ ആക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡാമേജ്, ഉണ്ടാകുന്ന ഡാമേജിനെയൊക്കെ ശരീരം തന്നെ സ്വയം റിപ്പയർ ചെയ്ത് നോർമൽ ആക്കുന്നുണ്ടാവും. സോ ഇവിടെയാണ് ആന്റി ഓക്സിഡൻസിന്റെ ആവശ്യകത. ആന്റി ഓക്സിഡൻസ് ഇലക്ട്രോൺ റിച്ച് ആണ്. സോ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓരോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിന് ഓരോന്നിനെയും തെരഞ്ഞു പിടിച്ച് അതിന് നഷ്ടപ്പെട്ട മിസ്സിംഗ് ഉള്ള ഇലക്ട്രോൺ അതിന് സപ്ലൈ ചെയ്ത് ആ ഫ്രീ റാഡിക്കലിനെ ന്യൂട്രൽ ആക്കാൻ ഈ ആന്റി ഓക്സിഡൻസിന് പറ്റും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഓക്സിജൻ റാഡിക്കലിനെ, ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്ത് അതിനെ ന്യൂട്രൽ ആക്കാനുള്ള ഈ ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ഒറാക്, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. റൈറ്റ്. സോ നമ്മുടെ ശരീരത്തിലേക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒറാക്ക് നമ്മൾ ഭക്ഷണം വഴി നമ്മൾ കൊടുക്കണം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐപ്പൾസിന്റെ ഒരു 60 ml 7000 ഒറാക്ക് യൂണിറ്റ് ആന്റി ഓക്സിഡൻസ് കിട്ടുക എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ്. സോ ഇതൊരു സുപ്രഭാതത്തിൽ ഇതിന്റെ റിസൾട്ട് കിട്ടുമോ? ഇല്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ അതിന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. പക്ഷെ റെഗുലർ ആയിട്ട് നമ്മൾ ഈ പോഷകാഹാരം, ഐപ്പൾസ് എന്ന് പറയുന്ന പോഷകാഹാരം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡേ ബൈ ഡേ അതിന്റെ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടേയിരിക്കും. സോ പല തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ഐപ്പൾസിലുള്ളത്. കാർഡിയോവാസ്കുലർ ബെനിഫിറ്റുകൾ, ഹാർട്ടിനെ നല്ല സ്ട്രോങ് ആക്കാൻ സപ്പോർട്ട് ചെയ്യും. പ്ലേറ്റ്ലെറ്റ് അതിന്റെ അഗ്രഗേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും, അടിഞ്ഞുകൂടുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. കൊളസ്ട്രോൾ ലെവല് എപ്പോഴും ഒരു ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ആന്റി ഓക്സിഡൻസ് ബെനിഫിറ്റുകൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഫ്രീ റാഡിക്കൽസിനെ അതിനെ തുരത്താനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ഓരോ കോശങ്ങളിലും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. അത് വളരെ സ്ട്രോങ് ആകുമ്പം ഈ ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മാണുക്കളൊന്നും ആ കോശങ്ങളിലേക്ക് കയറാതെ അതിനെ തടുത്ത് നിർത്താൻ പോലും, ചേർത്ത് നിർത്താൻ പോലും ഉള്ള കപ്പാസിറ്റി കോശങ്ങൾക്ക് ഉണ്ടാവും. ആന്റി ഓക്സിഡൻസിന്റെ ലെവൽ എപ്പോഴും ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇമ്മ്യൂണോ മോഡുലേറ്റർ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടുള്ള ഘടകങ്ങളാണ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇമ്മ്യൂൺ സിസ്റ്റത്തെ നന്നായിട്ട് സ്ട്രോങ് ആക്കും. കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ടാവും. റൈറ്റ്. സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇൻഫ്ലമേഷൻ റിലീവ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാലൊക്കെ അവിടെ നീര് വരും അല്ലെ, അതൊക്കെ ഒരു റിപ്പയറിങ്ങിന്റെ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും അൺനെസസറി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം സപ്പോർട്ടീവ് ആണ് ഐപ്പൾസിലുള്ള ന്യൂട്രിയൻസ്. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ വരുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് കൊടുക്കുന്നുണ്ടാവും. റൈറ്റ്. അതുപോലെ തന്നെ ആന്റി ക്യാൻസറസ് ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കും. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്യാൻസർ ഉള്ള ആളുകൾ, ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ ഐപ്പൾസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 40% അത് ഡെവലപ്പായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ക്ലിനിക്കലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 40% ഡെവലപ്പ് ആവുന്നതിന് മുൻപ് ഒരു സ്റ്റേജ് ഉണ്ട്, മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ്.
ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങൾ ഒരു സ്ഥലത്തു നിന്നും ബ്ലഡിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് പലപ്പോഴും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു സ്ഥലത്ത് ക്യാൻസറസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആ പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നടക്കുന്നുണ്ടാകും. റൈറ്റ്. കുറച്ച് കാലം കഴിയുമ്പം ഈ മെറ്റാസ്റ്റാസിസ് സ്റ്റേജിൽ ട്രാവൽ ചെയ്ത് പോയിട്ടുള്ള കോശങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാൻസറസ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ടാവും. സോ ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും ക്യാൻസറസ് കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. റൈറ്റ്. ദെൻ ഞാൻ പറഞ്ഞു ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കൽസ് DNA ഡാമേജ് ചെയ്യുമ്പോഴാണ്. സോ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മളിപ്പം റേഡിയേഷൻ ആയാലും അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യുകയാണെങ്കിലും അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓക്സിഡേഷൻ കൂട്ടുകയാണ്. 10 മടങ്ങ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ട് ആ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നശിപ്പിക്കുമ്പം ആ ക്യാൻസറസ് കോശങ്ങൾ നശിക്കുന്നതിന്റെ കൂടെ ആരോഗ്യമുള്ള കോശങ്ങളും നശിച്ചു പോകും. അതുകൊണ്ടാണ് ആളുകൾക്ക് പലപ്പോഴും ഈ മുടി കൊഴിയുന്നത്, കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടി കൊഴിയുന്നത്. അതുപോലെ ലിവറിലെ കോശങ്ങളെ അത് ബാധിക്കും. റൈറ്റ്. സോ നല്ല കോശങ്ങൾക്ക് പോലും ഡാമേജ് ഉണ്ടാവും. സോ ആന്റി ഓക്സിഡൻസിന്റെ ഒരു പ്രത്യേകത, അത് നല്ല കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ക്യാൻസർ ഉള്ള ആളുകൾ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ പോലും നമ്മുടെ ഐപ്പൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, അത് ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം ക്യാൻസറസ് കോശങ്ങൾ നശിച്ചു പോകാനായിട്ട് കുറച്ചും കൂടെ വേഗത കൂട്ടുന്നുണ്ടാവും. ഒപ്പം ക്യാൻസർ ഉള്ള ആളുകളെ സംബന്ധിച്ചാലും അവർക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പലതരത്തിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു റിലീവ് ചെയ്ത് ഒരു ക്വാളിറ്റി ലൈഫ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർക്ക് ജീവിക്കുന്ന കാലം അത്രയും നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവും. ദെൻ നെർവസ് സിസ്റ്റം ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും. മെമ്മറി ഇൻക്രീസ് ചെയ്യാനായിട്ട്, സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മെന്റൽ ക്ലാരിറ്റി നന്നായിട്ട് ഇംപ്രൂവ്ഡ് ആകുന്നുണ്ടാവും. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഐപ്പൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെമ്മറി പവർ കൂടും, കോൺസെൻട്രേഷൻ പവർ കൂടും, ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും, ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി, IQ ലെവൽ ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് എ ബ്രെയിൻ ഫുഡ്. റൈറ്റ്. ബ്രെയിൻ ഫുഡ് എന്ന രീതിയിൽ പോലും കൊടുക്കാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക്. അതുപോലെ തന്നെ ആന്റി ഡയബറ്റിക് ബെനിഫിറ്റ്സ്. പ്രമേഹമുള്ള ആളുകൾക്ക് നമ്മുടെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ വരും. എൻ്റയർ ബോഡിയെയും ഇത് പ്രമേഹം ബാധിക്കും. സോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാതെ ആ അവയവങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂമറസ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് യഥാർത്ഥത്തിൽ ഐപ്പൾസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ല യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ തരുന്നത്. മറിച്ച് ഐപ്പൾസിലുള്ള പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരമാണ് ഈ പ്രോബ്ലംസിനെ എല്ലാം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നുണ്ടാവുക. ബിക്കോസ് അവർ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ. നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറയുന്നത്. അതിന് ശരീരത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ ഭക്ഷണം വഴി നമ്മൾ കൊടുക്കണം. അവിടെയാണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ആവശ്യകത വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ റോള് വരുന്നത്. സോ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ഇസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഡയബറ്റിക്സ്? പ്രമേഹമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. റൈറ്റ്. അതുപോലെ തന്നെ ഗുഡ് ഫോർ ബ്ലഡ് പ്രഷർ, BP ഉള്ള ആളുകൾക്ക്, അത് ഹൈ BP ആവാം, ലോ BP ആവാം, ആളുകൾക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ? ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ബിക്കോസ് ഇറ്റ്സ് 100% സേഫ്. ഡ്യൂറേഷൻ ഓഫ് ഇൻടേക്ക്, എത്ര കാലം ഉപയോഗിക്കണം, അത് നമ്മളുടെ ചോയ്സ് ആണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. എത്രത്തോളം കാലം റെഗുലറായിട്ട് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെഡിക്കൽ എക്സ്പെൻസുകൾ വരാതെ നല്ലൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ടൈം ഓഫ് ഇൻടേക്ക്, എപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്? പ്രിഫറബിൾ ടൈം ഈസ് ബിഫോർ ഫുഡ്. എസ്പെഷ്യലി ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഐപ്പൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള പോഷകങ്ങൾ മുഴുവനും ശരീരത്തിന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. റൈറ്റ്. എന്നാൽ ചില കേസിൽ ഇപ്പം അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചൊരു 1.5 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ്. റൈറ്റ്. അല്ലാത്ത കേസിൽ ബിഫോർ ഫുഡാണ് ഏറ്റവും നല്ലത്. ദെൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നാലും നമുക്ക് കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ ആദ്യത്തെ ഒരു 6 മാസം ഉപയോഗിക്കുക. ലാക്ടേഷൻ പീരീഡിലാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 1 മാസത്തിന് ശേഷവും ആ അമ്മയ്ക്ക് ഉപയോഗിക്കാം.
റൈറ്റ്. ഇത് 60 ml നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഡോസേജ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 മില്ലി രാവിലെയും രാത്രിയും ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ 2 നേരമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം ശരീരത്തിൽ തരുന്നുണ്ടാവും. റൈറ്റ്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊരു പോഷകാഹാരം മാത്രമാണ്. റൈറ്റ്. പക്ഷെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഉപയോഗക്രമം പറയുന്നത്. ഓക്കെ, സോ അതാണ് ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. സോ ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡെഫിഷ്യൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന പോരായ്മകളെ, പ്രശ്നങ്ങളെ എല്ലാം പതുക്കെ പതുക്കെ സോൾവ് ചെയ്യാനാണ് സഹായിക്കുന്നുണ്ടാവുക.